വാർത്തകളിലേക്ക്. 5 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിലും തൊടുപുഴയുടെ മണ്ണിലും സജീവ സാന്നിധ്യമായിരുന്ന PJ ജോസഫ് സജീവ രാഷ്ട്രീയത്തോട് വിട പറയുന്നു. മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് ഈ തലമുറ മാറ്റം. 28-ാം വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയ പോരാട്ടം 9 തവണ നിയമസഭാംഗം, 1-ലധികം തവണ മന്ത്രിപദം, തൊടുപുഴയുടെ കുഞ്ഞുഞ്ഞ് പടിയിറങ്ങുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ചരിത്രത്തിന്റെ പൂർത്തീകരണം കൂടിയാണ്. 1970-ൽ തന്റെ 28-ാം വയസ്സിലാണ് PJ ജോസഫ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. അന്നു മുതൽ ഇന്നുവരെ 10 തവണ മത്സരിച്ചതിൽ 9 തവണയും തൊടുപുഴ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. 1970, 77, 80, 82, 87, 91, 96, 2011, 2016, 2021 വർഷങ്ങളിലെ പോരാട്ടങ്ങളിൽ 2001-ൽ മാത്രമാണ് അദ്ദേഹത്തിന് കാലിടറിയത്. വിവിധ കാലഘട്ടങ്ങളിലായി റവന്യൂ, എക്സൈസ്, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനായി മാറി. ഇടത് വലതു മുന്നണികളിൽ മാറി മാറി നിർണായക സ്വാധീനം ചെലുത്തിയ അദ്ദേഹം ഒടുവിൽ UDFന്റെ ഭാഗമായാണ് സജീവ രാഷ്ട്രീയത്തോട് വിട പറയുന്നത്. കരുതി ഞാൻ പ്രവർത്തിച്ചതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായി ജനസേവന രംഗത്ത് പ്രവർത്തിക്കും. തൊടുപുഴയുടെ ഇന്നത്തെ വികസന ഭൂപടത്തിൽ PJ ജോസഫിന്റെ കയ്യൊപ്പ് പതിയാത്ത ഇടങ്ങളില്ല. ആധുനികമായ സിവിൽ സ്റ്റേഷൻ, KSRTC ബസ് ടെർമിനൽ, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയം തുടങ്ങി വലിയൊരു അടിസ്ഥാന സൗകര്യ വികസനം അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പിലാക്കി. കർഷകർക്കായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും മൃഗസംരക്ഷണ മേഖലയിലെ മാതൃകകളും ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കി മാറ്റിയെങ്കിലും ജനപിന്തുണയോടെ അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ചു. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം PJ ജോസഫ് എന്നൊരു വ്യക്തി ഈ തൊടുപുഴയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ഷൂസ് അല്ലെങ്കിൽ ആ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കഠിനമായ ഒരു ജോലിയാണ്. കാരണം PJ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഈ കേരളത്തിൽ മറ്റൊരു ജനപ്രതിനിധിയും ഇവിടെ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ ടെൻഷനിലാണ് ഞാൻ. തൊടുപുഴയുടെ ഓരോ വികസന സ്പന്ദനത്തിലും PJ ജോസഫ് എന്ന പേര് ഇഴചേർന്ന് കിടക്കുന്നു. പാർലമെന്റിലേക്ക് 1989-ൽ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടതൊഴിച്ചാൽ ഇടുക്കിയിലെയും പ്രത്യേകിച്ച് തൊടുപുഴയിലെയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലായിരുന്നു. തന്റെ പിൻഗാമിയായി മകനെ ഏൽപ്പിക്കുമ്പോൾ 5 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം വോട്ടായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.